പുരാണങ്ങളിലെ ദുഷ്ട കഥാപാത്രങ്ങൾക്ക് ആരെങ്കിലും ക്ഷേത്രം പണിതതായി കേട്ടിട്ടുണ്ടോ? അതും മഹാഭാരതത്തിലെ ഏറ്റവും ദുഷ്ട കഥാപാത്രമായ ശകുനിക്ക്. എന്നാൽ അങ്ങനെയൊരു ക്ഷേത്രമുണ്ട്, അതും നമ്മുടെ കേരളത്തിൽ തന്നെ. കുടിലബുദ്ധിക്കാരായ ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ശകുനി. കാരണം മഹാഭാരത യുദ്ധത്തിന്റെ പ്രധാന കാരണക്കാരൻ കൗരവരുടെ അമ്മാവനായ ശകുനിയായിരുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മായംകോട്ട് മലഞ്ചെരുവ് മലനട ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഏക ശകുനി ക്ഷേത്രം. ഇന്ന് മായംകോട് മലഞ്ചെരുവ് ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള ക്ഷേത്രം ഒരു കാലത്ത് കുറവ സമുദായത്തിൻ്റെതായിരുന്നു. കൗരവമാതുലൻ ശകുനിയുടെ ആത്മാവ് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ഇവിടെ എത്തി മോക്ഷം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. ഇന്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ശകുനി കുടിലതന്ത്രജ്ഞനായ ദുഷ്ട കഥാപാത്രമല്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, അപേക്ഷിച്ചാൽ എന്തും സാധിച്ചു കൊടുക്കുന്ന അപ്പൂപ്പനാണ്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് മാതുലൻ ശകുനിയും മുറ്റവരും ആയുധങ്ങൾ ശേഖരിക്കുന്നതിനായി ദേശാടനം നടത്തിയപ്പോൾ ഈ പ്രദേശത്തെ എത്തിയിരുന്നുവെന്നും ഇവിടെ വച്ചാണ് കൗരവർക്ക് മാതുലൻ ആയുധങ്ങൾ പകുത്തു നൽകിയതെന്നും വിശ്വാസമുണ്ട്. അങ്ങനെ പകുത്തു നൽകിയ പ്രദേശം പകുത്ത ദേശമെന്നും പിന്നീട് പവിത്രേശ്വരം എന്നും അറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഒരു ഐതിഹ്യം. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാർത്ഥൻ തലപ്പാവഴിച്ചു വെച്ച സ്ഥലമാണിതെന്നും അങ്ങനെ പാർത്ഥേശ്വരം എന്ന പേരുണ്ടായി. അത് പിന്നീട് പവിത്രേശ്വരമായി എന്നും കഥകളുണ്ട്. ചുറ്റുപാടും കെട്ടിയുയർത്തിയ വലിയ മതിൽക്കെട്ടുകളൊന്നുമില്ലാതെ വിശാലമായ മൈതാനത്തിൽ ഒരു ഭാഗത്ത് കെട്ടിയുയർത്തിയ തറയിലെന്ന പോലെയാണ് ക്ഷേത്രവും അനുബന്ധ പ്രതിഷ്ഠകളും ക്ഷേത്ര ഓഫീസ് കെട്ടിടവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. മലയപ്പൂപ്പൻ എന്ന് ഭക്തർ ആരാധനയോടെ വിളിക്കുന്ന ശകുനിദേവന്റെ ക്ഷേത്രത്തിന് കാവരീതിയുമായാണ് സാമ്യം. മേൽക്കൂരയില്ലാതെ മഴയും വെയിലും ഏൽക്കുന്ന വിധമാണ് വിഗ്രഹ പ്രതിഷ്ഠ. എതിർവശത്തായി ഭുവനേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയും ഇടതുഭാഗത്ത് ബ്രഹ്മരക്ഷസ്, നാഗരാജൻ, നാഗയക്ഷി തുടങ്ങിയ ആരാധനാമൂർത്തികളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സമീപത്തായി സർപ്പക്കാവും കാണാം. കുറവ സമുദായത്തിൻ്റെതായി നിലനിന്നിരുന്ന ക്ഷേത്രത്തിൽ അവകാശികൾ ക്രമമനുസരിച്ചാണ് പണ്ടുകാലം മുതൽ ശകുനിദേവനുള്ള പൂജാകർമ്മങ്ങൾ നടത്തിവരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറമ്പിൽ കിഴങ്ങ് കുഴിച്ചെടുക്കുന്നതിനിടയിൽ ഒരു കുറത്തിയുടെ കയ്യിലെ കത്തി തട്ടി കല്ലിൽ നിന്നും രക്തപ്രവാഹമുണ്ടായി. അതുകൊണ്ട് ഭയന്ന് സ്വയംബോധം നശിച്ച് സ്ത്രീ അല്പസമയത്തിനു ശേഷം ചൈതന്യവതിയായി. കൗരവമാതുലൻ ശകുനി ഇവിടെ കുടികൊള്ളുന്നതായും തന്നെ ആരാധിച്ചാൽ അവിടുത്തുകാരെ കാത്തുരക്ഷിക്കുന്നതാണെന്നും അരുൾ ചെയ്തു. സമീപത്തെ നായർ തറവാടിൻ്റെതായിരുന്ന പ്രദേശം പിന്നീട് കുറവ സമുദായം മലദേവനായി കരുതി പോരുന്ന ശകുനിയപ്പൂപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതിനായി വിട്ടു നൽകുകയായിരുന്നു. ഇന്ന് മലഞ്ചാവർ ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിൽ ജാതി മതഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആരാധന നടത്തിയിരുന്ന ഇടമാണ് മലനട മലദേവ ശകുനി ക്ഷേത്രം. ഭക്തർക്ക് ആശ്രയമായി മലയപ്പൂപ്പൻ ശകുനി എപ്പോഴും ഒപ്പമുണ്ടെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ക്ഷേത്ര പൂജകളും ആചാരങ്ങളുമൊക്കെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭക്തർ നൽകുന്നതെന്തും ദേവൻ സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. ഉണ്ണിയപ്പമാണ് ശകുനിദേവന്റെ ഇഷ്ടനിവേദ്യമെന്ന് പറയപ്പെടുന്നുവെങ്കിലും തേങ്ങ, ചക്ക, വാഴപ്പഴം, പാൽ, ഇളനീർ, വെറ്റിലയും അടക്കയും പുകയിലയുമടങ്ങിയ മുറുക്കാൻ, പട്ട് എന്നിവയൊക്കെ ശകുനിദേവന് അർപ്പിക്കാറുമുണ്ട്. ശകുനിദേവനൊപ്പം ഉപദേവത മൂർത്തികളെയും ആരാധിച്ചു വരുന്നു. ഇന്ന് കാണുന്ന കരിങ്കല്ലിൽ കൊത്തിവെച്ച ശകുനിയുടെ രൂപം താടിയും മുടിയും വളർത്തിയ പുരുഷന്റേതാണ്. ഇരുവശത്തും ഉപദേവതമാരുടെ രൂപവും ചേർന്നതാണ് പ്രധാന പ്രതിഷ്ഠ. ശകുനിയുടെ ആത്മാവ് കുടികൊള്ളുന്നതായി വിശ്വസിച്ചിരുന്ന കല്ലിലായിരുന്നു മുൻപ് ആചാരമനുസരിച്ച് ആരാധന നടത്തിയിരുന്നത്. അടുത്ത കാലത്താണ് കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സമീപത്തായി മരത്തിൽ പണിത ഒരു ഗദയും കാണാം. ഉപദേവതമാർക്കായി മദ്യവും ഇറച്ചിയുമാണ് പ്രധാന വഴിപാട്. മകരമാസത്തിലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മലക്കുട ഉച്ചാര മഹോത്സവം, മീനമാസത്തിലെ മഹാഭാരത പാരായണ യജ്ഞം ഇവയാണ് വർഷം തോറും നടത്തിവരുന്ന പ്രധാന ഉത്സവങ്ങൾ. മലയപ്പൂപ്പൻ അല്പം തന്ത്രശാലിയായിരുന്നത് കൊണ്ട് തന്നെ ദേശക്കാർക്ക് ആപത്തൊന്നും ഉണ്ടാക്കരുതെന്ന മഹാദേവന്റെ കർശനമായ താക്കീതുണ്ട് ശകുനിക്കെന്ന് ഭക്തർ പറയുന്നു. ദേശവാസികൾക്ക് ക്ഷേമം ചെയ്ത് അവിടെ വസിക്കുവാൻ മഹാദേവൻ അനുവാദം നൽകിയെന്നുമാണ് വിശ്വാസം. അതനുസരിച്ച് ക്ഷേത്ര അവകാശികളായിട്ടുള്ളവർ കൃത്യമായ വ്രതാനുഷ്ഠാനത്തോടെ പരിസരത്തുള്ള പവിത്രേശ്വരൻ മഹാദേവർ ക്ഷേത്രത്തിലെത്തി ദേവന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചെത്തുന്നതോടെയാണ് വർഷം തോറും ഉച്ചാര മഹോത്സവത്തിന് കൊടിയേറുന്നത്.